Hi children, wish you a warmth and pleasant day ahead. Last class, I came with simple present tense and present continuous tense. I didn't give you the notes exactly, and I give you a letter. And in this class, I take you simple past and the past continuous tense. So let's see what is simple past and the past continuous tense. What do you know about simple past and past continuous tense? There are some functions when we understand simple past and past continuous tense. Let's see the functions. In your text, you can see it very clearly. I explain about the functions. You just take your textbook and open your textbook. I give you time. Take it fast. Okay, the functions. The simple past and the past continuous tense. What are the functions that we learn now? The first function is for an action or an event that occurred at a definite time in the past and is over at the time of speaking. ഇതൊന്ന് മലയാളത്തിൽ ശ്രദ്ധിക്കാം. എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത്? For an action or an event that occurred at a definite time in the past. ഒരു നിശ്ചിത സമയത്ത്, എപ്പോഴുള്ള നിശ്ചിത സമയം? പാസ്റ്റിലുള്ള നിശ്ചിത സമയം. പാസ്റ്റ് എന്ന് വെച്ചാൽ ഭൂതം, നേരത്തെ നടന്നത്, ഭൂതകാലത്ത് നടന്നത്. അതെപ്പോഴാണ് നടന്നത്? ഒരു നിശ്ചിത സമയത്ത് നടന്ന ഒരു സംഭവത്തിനെയോ ഒരു പ്രവൃത്തിയോ അതിനെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോർ ആൻ ആക്ഷൻ ഓർ ആൻ ഇവന്റ് that occurred at a definite time in the past and is over at the time of speaking. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഈവൻ അല്ലെങ്കിൽ an action that is over when we speak about the action or event. നമ്മൾ ഒരു ആക്ഷനെയോ ഒരു ഈവൻറ്റിനെയോ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് തീർന്നിരിക്കുന്നു. ബട്ട് ഇറ്റ് വാസ് ടേക്കൺ പ്ലേസ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ എ ഡെഫിനിറ്റ് ടൈം. അപ്പോൾ ഒരു നിശ്ചിത സമയത്ത് പാസ്റ്റിൽ നടന്ന സംഭവം അതിനെക്കുറിച്ച് പറയുവാനായിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഇൻ ദിസ് കേസ് വി യൂസ് ആഡ്വേർബ്സ് ഓഫ് ടൈം. നമ്മൾ ഈ ഇത്തരം സിമ്പിൾ പാസ്റ്റ് ടെൻസുകളിൽ നമ്മൾ ആഡ്വേർബ്സ് ഓഫ് ടൈം ഉപയോഗിക്കും. എന്താണ് ആഡ്വേർബ്സ് ഓഫ് ടൈം? സമയത്തെ കുറിക്കുന്ന ആഡ്വേർബുകൾ, ക്രിയാവിശേഷണങ്ങൾ. സമയത്തെയും കാലത്തെയും കുറിക്കുവാനായിട്ടുള്ള ചില ക്രിയാവിശേഷണങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് എക്സാമ്പിൾ സഹിതം പോവാം. അപ്പോൾ ആഡ്വേർബ്സ് ഓഫ് ടൈം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ആക്ഷനും ഈവൻറ്റുകളും പറയുന്നത്. അത്തരം ആഡ്വേർബ്സ് ഓഫ് ടൈമുകൾ ഏതൊക്കെയാണ്? ഒന്ന് എസ്റ്റർഡേ. ഇൻ ദ ടെക്സ്റ്റ് യു ക്യാൻ സീ ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് സൺഡേ, ലാസ്റ്റ് ഡേ, ഓൺ മൺഡേ, ഓൺ സൺഡേ, on 1960, at 6:30, in January, and few days ago, etc. and etc. Many adverbs of time we can use in this simple past tense. With an example, just we go through just an example. See the example. In the textbook you can see, yesterday we waited in the bus stop for more than an hour. അപ്പോൾ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ 1 മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇന്നലെ നടന്ന സംഭവമാണ്. ഇറ്റ് ഈസ് ദ ആക്ഷൻ ടേക്കൺ പ്ലേസ് ഇൻ ദ പാസ്റ്റ്. എപ്പോഴാണ് നടന്നത്? എസ്റ്റർഡേ. അപ്പോൾ ആഡ്വേർബ് ഓഫ് ടൈം എന്ന് പറയുന്നത് എസ്റ്റർഡേ ആണ്. വെയിറ്റഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിലെ ആക്ഷനാണ്. അപ്പോൾ എസ്റ്റർഡേ എന്ന് പറയുന്ന ആഡ്വേർബ് ഓഫ് ടൈം പറഞ്ഞുകൊണ്ടാണ് നിശ്ചിത സമയം, ഡെഫിനിറ്റ് ടൈം. അതുകൊണ്ടാണ് ആ ഫംഗ്ഷനിൽ പറയുന്നത് ഡെഫിനിറ്റ് ടൈം. അപ്പോൾ ഒരു ഡെഫിനിറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ്? എസ്റ്റർഡേ. ഇനി വേണമെങ്കിൽ നമുക്ക് എസ്റ്റർഡേ അറ്റ് 6:30 PM എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 5:30 PM, ഏത് സമയം വേണമെങ്കിലും നമ്മൾക്ക് ഉപയോഗിക്കാം. അതൊരു ഡെഫിനിറ്റ് ടൈമാണ്. അപ്പോൾ ആഡ്വേർബ് ഓഫ് ടൈമാണ്, അതൊരു ഡെഫിനിറ്റ് ടൈമാണ്. അപ്പോൾ എസ്റ്റർഡേ എന്താ സംഭവിച്ചത്? വി വെയിറ്റഡ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു സമയം കൂടെ പറയുന്നുണ്ട്, എത്ര സമയത്തോളം വെയിറ്റ് ചെയ്തു എന്നുണ്ട്. ഫോർ മോർ ദാൻ ആൻ അവർ, 1 മണിക്കൂറോളം, മണിക്കൂറിൽ കൂടുതലാണ് അവിടെ വെയിറ്റ് ചെയ്തു.
അപ്പോൾ വെയിറ്റഡ് എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച്, അതുകൂടാതെ അഡ്വർബ് ഓഫ് ടൈം ഉപയോഗിച്ച് നമ്മൾ ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കി. ഇനി നമ്മൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കാര്യത്തെയും നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയാം. അപ്പോൾ V2 ഫോം ഓഫ് ദ വെർബ് ആണ് സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. വർക്ക്, വർക്ക്ഡ്, വെയിറ്റ്, വെയിറ്റഡ്, ഇങ്ങനെ പോകുന്നു ആ V2 ഫോംസ്. അപ്പോൾ V2 ഫോംസിലാണ് നമ്മളെപ്പോഴും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഫംഗ്ഷൻ, ദ നെക്സ്റ്റ് ഫംഗ്ഷൻ ഹൗ ടു വിൽ ബി, നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി അടുത്ത ഫംഗ്ഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ടു റെഫർ ടു ആൻ ആക്ഷൻ വിച്ച് ടുക്ക് പ്ലേസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ് ഓർ which took place regularly and repeatedly but is over now. എങ്ങനെയാണ്? ഒരു ആക്ഷൻ took place over a period of time in the past. അപ്പോൾ പാസ്റ്റിലെ ഒരു സമയത്ത് അത് നടന്നു കഴിഞ്ഞു, ഒരു ആക്ഷൻ നടന്നു കഴിഞ്ഞു. or which took place regularly and repeatedly but it is over now. ആ ആക്ഷൻ നടന്നത് എങ്ങനെയാണ്? റെഗുലറായിട്ടാണ്, റിപ്പീറ്റ് ചെയ്തുള്ള ആക്ഷനാണ്, റെഗുലറായിട്ട് സംഭവിച്ച ആക്ഷനാണ്. അതിപ്പോൾ തീർന്നിരിക്കുന്നു, നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അത് തീർന്നിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ പോകുന്നത്? ടു റെഫർ ടു ആൻ ആക്ഷൻ വിച്ച് ടുക്ക് പ്ലേസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ അത് തന്നെ, അത് നിശ്ചിത സമയത്തിനും മുന്നേ തന്നെ സംഭവിച്ചൊരു കാര്യം. വിച്ച് ടുക്ക് പ്ലേസ് റെഗുലർലി ആൻഡ് റിപ്പീറ്റ്ലി ബട്ട് ഈസ് ഓവർ നൗ. അത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഓവറായി, അത് തീർന്നിരിക്കുന്നു. അത് റെഗുലറായിട്ടും ആവർത്തിച്ചും റെഗുലറായിട്ടും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഈവൻറ്റ്, അതിനെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാം? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഡ്യൂറിങ് മൈ ഏർലി ഇയേഴ്സ് അറ്റ് സ്കൂൾ ഐ എൻജോയ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്യൂറിങ് മൈ ഏർലി ഇയേഴ്സ് അറ്റ് സ്കൂൾ. ഞാനെന്താണ്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഐ എൻജോയ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. ഇവിടെ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന V2 ഫോം എന്ന് പറയുന്നത് എൻജോയ്ഡ്. അതാണ് V2 ഫോം ഓഫ് ദ വെർബ്, എൻജോയ്ഡ്, സിമ്പിൾ പാസ്റ്റ് ആണ്. എപ്പോഴാണ് അഡ്വർബ് ഓഫ് ടൈം എന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്യൂറിങ് മൈ ഏർലി ഇയേഴ്സ് അറ്റ് സ്കൂൾ ഐ എൻജോയ്ഡ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. ഞാൻ എന്ത് ഇഷ്ടപ്പെട്ടിരുന്നു? പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അത് ആ സമയത്ത് തീർന്നു. അതാണ് പറയുന്നത് ദാറ്റ് ആക്ഷൻ ടുക്ക് പ്ലേസ് റെഗുലർലി ആൻഡ് റിപ്പീറ്റ്ലി. ആ സമയത്ത് അത് റെഗുലറായിട്ട് നടന്ന ഒരു പ്രവൃത്തിയായിരുന്നു. ആ സമയത്ത് അത് റിപ്പീറ്റായിട്ട് സംഭവിച്ചിരുന്ന ഒരു പ്രവൃത്തിയാണ്. ബട്ട് വെൻ വി ടോക്ക് അബൌട്ട് ദാറ്റ് ആക്ഷൻ ഇറ്റ് ഈസ് ഓവർ നൗ. ഇപ്പോഴത് ഓവറാണ്. ഇപ്പോൾ അതിന് യാതൊരു പ്രസക്തിയുമില്ല. ഏത് കാലത്താണ് ഇത് റിപ്പീറ്റായിട്ട് നടന്നത്? ഡ്യൂറിങ് മൈ ഏർലി ഇയേഴ്സ് അറ്റ് സ്കൂൾ. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം, എൻ്റെ കുട്ടിക്കാലത്താണ് അത് സംഭവിച്ചിരുന്നത്. പക്ഷേ ആക്ഷന് ഇപ്പോൾ ഒരു പ്രവൃത്തിയുമില്ല. എന്താണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്? ഐ എൻജോയ്ഡ് പെയിൻറ്റിങ് ആൻഡ് ഡ്രോയിങ്. ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ആ ഇഷ്ടപ്പെടലെന്ന് പറയുന്ന ആ പ്രവൃത്തി, ആ സംഭവം അത് തീർന്നിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഇഷ്ടമേ അല്ല. അപ്പോൾ പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ഞാനിപ്പോൾ ചെയ്യുന്നുമില്ല, എനിക്കത് താല്പര്യവുമില്ല. നേരത്തെ ഞാൻ ചെയ്തിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. സുനിത് ആൻഡ് ഐ ഫ്രീക്വൻറ്റ്ലി സ്റ്റഡീഡ് ടുഗദർ വെൻ വി വെയർ ഇൻ ക്ലാസ് 7. എന്താണ്? സുനിത് ആൻഡ് ഐ, ഞാനും സുനിത്തും ഫ്രീക്വൻറ്റ്ലി സ്റ്റഡീഡ് ടുഗദർ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്നു. വെൻ, എപ്പോഴാണ്? വി വെയർ ഇൻ ക്ലാസ് 7, ഞങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. ഞങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനും സുനിത്തും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഈ ഞാനും സുനിതും പഠിച്ചിരുന്നത് ഒരുമിച്ചാണ്. അതെപ്പോഴാണ്? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഇപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിലാണ്. ബട്ട് സുനിത് ഈസ് നോട്ട് ദെയർ ആൻഡ് മൈസെൽഫ് നോട്ട് ദെയർ. ആരെങ്കിലും ഒരാളില്ലാതിരിക്കാം. ഞാനും സുനിതും ഒരുമിച്ചല്ല ഇപ്പോൾ പഠിക്കുന്നതാണെന്ന് അർത്ഥം. അപ്പോൾ സുനിത് നേരത്തെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സുനിത് എൻ്റെ കൂടെ പഠിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ സുനിത് എൻ്റെ കൂടെ പഠിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ സുനിതിൻ്റെ കൂടെ പഠിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ നമ്മളെ പറയുന്നത്. ആക്ഷൻ വിച്ച് ടുക്ക് പ്ലേസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ നടക്കുന്ന ഒരു ഇതാണ് അത്. വിച്ച് ടുക്ക് പ്ലേസ് റെഗുലർലി ആൻഡ് റിപ്പീറ്റ്ലി, അത് തുടർച്ചയായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് നമ്മൾ പറയുമ്പോൾ ആ ആക്ഷൻ തീർന്നിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ എക്സാമ്പിളിലൂടെ നമ്മൾക്ക് മനസ്സിലാകുന്നത്.